ഇന്ന് നവംബർ 22 വെള്ളിയാഴ്ച ഇന്നത്തെയും ഈ ആഴ്ചത്തെയും OTT റിലീസുകൾ ഏതൊക്കെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന പുതിയതും സർപ്രൈസുമായ OTT അപ്ഡേറ്റുകളും മലയാളം OTT റിലീസുകളും എല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ശോഭ വിശ്വനാഥൊക്കെ അഭിനയിക്കുന്ന മലയാളം ത്രില്ലർ സീരീസ് ആണ് ഹാപ്പി ജേണി. സീരീസ് ഇന്ന് വൈകിട്ട് 6 മണിയോടെ സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ റിലീസ് ചെയ്യും. ഹിന്ദി മ്യൂസിക് ഡാൻസ് ഡ്രാമ സീരീസ് ആണ് വാക്ക് ഗേൾസ്. സീരീസിന്റെ എല്ലാ 9 എപ്പിസോഡുകളും മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ശ്രീ മുരളി നായകനാകുന്ന പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ഡീസന്റ് കളക്ഷൻ നേടിയ കന്നഡ സൂപ്പർ ഹീറോ സിനിമയാണ് ബഗീര. സിനിമ ഇന്നലെ നവംബർ 21 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായ ചില മിസ്റ്റേക്സ് കാരണം സിനിമ കന്നഡ ഭാഷയിലും തെലുങ്ക് എന്ന പേരിൽ തെറ്റായിട്ട് തമിഴ് ഭാഷയിലും ഇന്നലെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം ഭാഷയിൽ ഇന്നലെ OTT റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ബഗീര സിനിമ ഇന്ന് പാതിരയോടുകൂടി തന്നെ മലയാളത്തിലും തെലുങ്കിലും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ ഇന്ന് മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ കാണാവുന്നതാണ്. തെക്ക് വടക്ക് എന്ന അത്യാവശ്യം നല്ല അഭിപ്രായങ്ങൾ നേടിയ കോമഡി മലയാളം സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെയും മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. SN സ്വാമി സംവിധാനം ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന നല്ല അഭിപ്രായങ്ങൾ നേടാൻ സാധിക്കാതെ പോയ സീക്രട്ട് എന്ന മിസ്റ്ററി മലയാളം സിനിമ മറ്റന്നാള് ഞായറാഴ്ച സിംപ്ലി സൗത്തിലൂടെയും മനോരമ മാക്സിലൂടെയും മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് മനോരമ മാക്സും സിംപ്ലി സൗത്തും പുറത്തുവിട്ടിട്ടുണ്ട്. തമിഴിൽ നിന്നുമുള്ള കിഡ്സ് ഡ്രാമ സീരീസ് ആണ് പേരച്ചൂട്ട്. ഈ സീരീസ് അടുത്ത വെള്ളിയാഴ്ച നവംബർ 29 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി എന്നീ 7 ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഈ സീരീസിന്റെയും ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട്. രവികുല രഘുരാമ എന്ന തെലുങ്ക് റൊമാന്റിക് ഡ്രാമ സിനിമ ഇന്ന് സൺ നെക്സ്റ്റിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഔട്ട് ഓഫ് മൈ മൈൻഡ് എന്ന ഹോളിവുഡ് കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ സിനിമ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആന്റണി മക്കി, മോറിന ബക്കറിൻ ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന സർവൈവൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ആക്ഷൻ ത്രില്ലർ ഹോളിവുഡ് സിനിമയാണ് എലിവേഷൻ. സിനിമ നവംബർ 26 വരുന്ന ചൊവ്വാഴ്ച ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യും. റൊമാന്റിക് കോമഡി ക്രിസ്മസ് ഡ്രാമ സിനിമയാണ് അവർ ലിറ്റിൽ സീക്രട്ട്. ഈ ഹോളിവുഡ് സിനിമ നവംബർ 27 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. ഗിരീഷ് എഡി സംവിധാനം ചെയ്ത നസ്ലൻ ഗഫൂർ നായകനാകുന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ 5 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ടെക്നോ ക്രൈം ത്രില്ലർ ലോ ബഡ്ജറ്റ് മലയാളം സിനിമയാണ് അയാം കാതലൻ. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ മഴവിൽ മനോരമയും OTT അവകാശങ്ങൾ മനോരമ മാക്സും സ്വന്തമാക്കിയിട്ടുണ്ട്. സിനിമ ഡിസംബറിന്റെ അവസാനത്തിൽ ക്രിസ്മസ് പ്രമാണിച്ച് OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ജോജു ജോർജ് കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായ പണി എന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ 35 കോടിക്ക് മേലെ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച ആക്ഷൻ ത്രില്ലർ സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നും സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയെന്നുമാണ് റിപ്പോർട്ട്. സിനിമ നിവിൻ പോളിയുടെ ഫാർമ എന്ന മലയാളം സീരീസിനും ബോഗൻ മില്ല എന്ന മലയാളം സിനിമയ്ക്കും ശേഷമായിരിക്കും OTT റിലീസ് ചെയ്യുക. അതുകൊണ്ട് പണി സിനിമയുടെ OTT റിലീസ് അടുത്ത വർഷം ജനുവരി പകുതിയോടുകൂടി ഉണ്ടാകാനാണ് സാധ്യത.